നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. കേരളത്തിലെ ബാറുകളുടെ പ്രവർത്തന സമയം കുറയ്ക്കാൻ ജസ്റ്റിസ് M രാമചന്ദ്രൻ കമ്മീഷൻ ശുപാർശ. ജപ്പാൻ കുടിവെള്ള പദ്ധതി വൈകുന്നു. ജില്ലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും 1 കോടിയിലധികം രൂപയുടെ നാശനഷ്ടം. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. നിശ്ചിതമായ വാർത്തകളിലേക്ക്. കേരളത്തിലെ ബാറുകളുടെ പ്രവർത്തന സമയം കുറയ്ക്കാൻ ജസ്റ്റിസ് M രാമചന്ദ്രൻ കമ്മീഷൻ ശുപാർശ ചെയ്തു. രാവിലെ 11:30 മുതൽ രാത്രി 10 മണി വരെ മാത്രമേ ബാറുകൾ തുറന്നു പ്രവർത്തിക്കാവൂ എന്നാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. സർക്കാരിന്റെ മദ്യനയം സംബന്ധിച്ച് ശുപാർശകൾ നടപ്പാക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് M രാമചന്ദ്രൻ കമ്മീഷനാണ് സംസ്ഥാനത്തെ ബാറുകളുടെ പ്രവർത്തന സമയം കുറയ്ക്കാൻ ശുപാർശ ചെയ്തിരിക്കുന്നത്. രാവിലെ 11:30 മുതൽ രാത്രി 10 വരെ മാത്രമേ ബാറുകൾ തുറന്നു പ്രവർത്തിപ്പിക്കാവൂ എന്നതാണ് പ്രധാന ശുപാർശ. സംസ്ഥാനത്ത് സമ്പൂർണ്ണ മദ്യനിരോധനം പ്രായോഗികമല്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 21 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ മദ്യവിൽപ്പനശാലകളിലും ബാറുകളിലും മദ്യം വിൽക്കാവൂ. മദ്യം വാങ്ങുന്നവർ പ്രായം തെളിയിക്കുന്ന തിരിച്ചറിയൽ കാർഡ് സമർപ്പിക്കണം. മദ്യത്തിന്റെ ബില്ലിൽ പ്രസ്തുത കാർഡിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തണം. ഒപ്പോ വിരലടയാളം നിഷ്കർഷിക്കാവുന്നതാണെന്നും കമ്മീഷൻ ശുപാർശ ചെയ്യുന്നുണ്ട്. കുറഞ്ഞത് 3 സ്റ്റാർ പദവിയുള്ള ഹോട്ടലുകൾക്ക് മാത്രമേ ബാർ ലൈസൻസ് നൽകാവൂ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കണം. മറ്റു മദ്യങ്ങളുടെ ലഭ്യത കുറയ്ക്കുകയും വേണം. അനധികൃത സ്പിരിറ്റ് ലോബിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കണമെന്നും കമ്മീഷന്റെ ശുപാർശയിലുണ്ട്. ജപ്പാൻ കുടിവെള്ള പദ്ധതി വൈകുന്നു. ഏപ്രിൽ പകുതിയോടെ പദ്ധതിയിൽ നിന്നും നഗരത്തിലും സമീപ പഞ്ചായത്തുകളിലേക്കും വെള്ളം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഏപ്രിൽ പകുതിയോടെ ആരംഭിക്കുമെന്ന് പറഞ്ഞ ജപ്പാൻ കുടിവെള്ളം പദ്ധതി ഇതുവരെ വിതരണം ആരംഭിച്ചില്ല. ഏപ്രിൽ പകുതിയോടെ നഗരത്തിലും സമീപ പഞ്ചായത്തിലുമുള്ളവർക്ക് പദ്ധതിയിൽ നിന്ന് വെള്ളം ലഭിക്കുമെന്നും ഇതോടെ നഗരത്തിലെ ഒന്നിടവിട്ട ദിവസങ്ങളിലുള്ള ജലവിതരണം 24 മണിക്കൂറാക്കുമെന്നായിരുന്നു പറഞ്ഞത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പേരിൽ നഗരങ്ങളിലെ പല റോഡുകളിലും കുഴി എടുത്തിരുന്നു. എന്നാൽ പണി കഴിഞ്ഞ് കുഴികളടിച്ചെങ്കിലും റോഡുകൾ ഇപ്പോഴും പൂർവ്വസ്ഥിതിയിലുമായിട്ടില്ല. പെരുവണ്ണാമൊഴിയിൽ പദ്ധതിക്ക് വേണ്ടിയുള്ള കിണർ നിർമ്മാണം, മോട്ടോറും മറ്റും സ്ഥാപിക്കാനുള്ള സ്ലാബിന്റെ കോൺക്രീറ്റ് പ്രവൃത്തി, കടലുണ്ടിയിൽ 150 മീറ്റർ പൈപ്പ് സ്ഥാപിക്കുന്നതിന് റെയിൽവേയുടെ അനുമതി, 3 ജലസംഭരണികളുടെ പ്രവൃത്തി, നഗരങ്ങളിലെ ചിലയിടങ്ങളിലെ പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ തുടങ്ങിയ ജോലികളായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. ജപ്പാൻ കുടിവെള്ള പദ്ധതി നിലവിൽ വന്നാൽ ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾക്ക് വെള്ളമെത്തുന്നതോടുകൂടി കുടിവെള്ളക്ഷാമത്തിന് ഇത് ഒരു പരിഹാരമാകുമായിരുന്നു. നഗരത്തിലും ഗ്രാമങ്ങളിലുമായി 1865 കിലോമീറ്റർ വിതരണ ലൈനാണ് സ്ഥാപിച്ചത്. സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ജപ്പാൻ ശുദ്ധജല വിതരണ പദ്ധതികളിൽ ഏറ്റവും വലുതാണ് കോഴിക്കോട്ടേത്. എന്നാൽ പദ്ധതി ഇതുവരെ നടപ്പാക്കാത്തതിൽ ജപ്പാൻ കുടിവെള്ളത്തെ ആശ്രയിച്ച് നിൽക്കുന്നവർക്ക് ഇതൊരു ചോദ്യചിഹ്നമായി മാറുകയാണ്. ഏപ്രിൽ പകുതിയോടുകൂടി ജപ്പാൻ കുടിവെള്ള പദ്ധതി വിതരണം ചെയ്തു തുടങ്ങുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ പദ്ധതി നടത്തിപ്പുകൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. എന്നാൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയെ മാത്രം ആശ്രയിച്ച് കഴിയാൻ പോകുന്നവർക്ക് ഈ വെള്ളം ഒരു ചോദ്യചിഹ്നം. ക്യാമറമാൻ വിനീഷിനൊപ്പം ഷഹദ് റഹ്മാൻ, ടൈം ന്യൂസ്. ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാറ്റിലും മഴയിലും 1 കോടിയിലധികം രൂപയുടെ നാശനഷ്ടം. കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള അടിയന്തര നടപടികൾ കലക്ടർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും 13 പഞ്ചായത്തുകളിലായി 1,16,75,000 രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. 35 ഹെക്ടറോളം സ്ഥലത്തെ കൃഷിനാശമുണ്ടായി. പെരുവയൽ, മടവൂർ, കാവിലുംപാറ, കട്ടിപ്പാറ, നരിക്കുനി, കൂരാച്ചുണ്ട്, ഉള്ളിയേരി, മണിയൂർ, ബാലുശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പ്രധാനമായും നാശനഷ്ടമുണ്ടായത്. 279ഓളം കർഷകർക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് കലക്ടർ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. കേരള ബൈസിക്ലിംഗ് പ്രൊമോഷൻ റാലി നടന്നു. മന്ത്രി MK മുനീറാണ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തത്. കേരള ബൈസൈക്ലിംഗ് പ്രൊമോഷണൽ കൌൺസിലിന്റെ ഭാഗമായി നഗരത്തിൽ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. പുതുതായി നിർമ്മിക്കുന്ന പഞ്ചായത്ത് തല റോഡുകളിലും ബീച്ച് നവീകരണത്തിലും പുതുതായി സൈക്ലിംഗ് ട്രാക്ക് നിർമ്മിക്കുമെന്ന് മന്ത്രി MK മുനീർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സൈക്കിളിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനും അതിലൂടെ ഗതാഗതക്കുരുക്ക് നിന്നും ജനങ്ങളെ രക്ഷപ്പെടുത്തുന്നതിനുമൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ആരംഭിച്ചിട്ടുള്ള ഈ പ്രസ്ഥാനം തീർച്ചയായും കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യത കൂടിയായിട്ട് ഞാൻ കാണുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന സൈക്കിൾ പതുക്കെ പതുക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്നും എടുത്തു മാറ്റപ്പെടുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായി. പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ ഇന്നും സൈക്ലിംഗ് എന്ന് പറയുന്നത് അവരുടെ ആരോഗ്യ
സൗകര്യത്തിന് വേണ്ടി മാത്രമല്ല, അവിടെ വാഹനങ്ങൾ ഉണ്ടെങ്കിലും സൈക്കിളിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. നഗരത്തിലെ ട്രാഫിക് കുരുക്കുകൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു സംഘടന നിലകൊള്ളേണ്ടതെന്നും എല്ലാവരും സൈക്കിൾ യാത്ര ശീലമാക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇ ബാലകൃഷ്ണൻ മാരാർ, എം കെ സെബാസ്റ്റ്യൻ എന്നിവർ ആദരിച്ച ചടങ്ങിൽ കമാൽ വരദൂർ, പി ദാമോദരൻ, എം കെ നാസർ, ഡോക്ടർ മൊയ്തു, കിരൺ ഗുപ്ത, രാമകൃഷ്ണൻ, കുഞ്ഞാറു, സെബാസ്റ്റ്യൻ ബാലകൃഷ്ണൻ മാരാർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ തിങ്കളാഴ്ച ആരംഭിക്കും. 21 മുതൽ 23 വരെയാണ് പരീക്ഷ. 1.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത്. സംസ്ഥാനത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ തിങ്കളാഴ്ച ആരംഭിക്കും. 21 മുതൽ 23 തീയതി വരെയാണ് പരീക്ഷ. 1.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇത്തവണ പ്രവേശന പരീക്ഷയ്ക്കായി അപേക്ഷിച്ചിട്ടുള്ളത്. 1,48,589 വിദ്യാർത്ഥികളാണ് ഇത്തവണ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്കായി അപേക്ഷിച്ചിട്ടുള്ളത്. ഇതിൽ 1,19,019 പേര് എഞ്ചിനീയറിംഗിന്റെയും 1,02,458 പേർ മെഡിക്കൽ കോഴ്സുകളിലേക്കുമുള്ള പരീക്ഷ എഴുതും. 73,163 വിദ്യാർത്ഥികൾ 2 പരീക്ഷയും എഴുതുന്നുണ്ട്. 21, 22 തീയതികളിൽ രാവിലെ 10 മുതൽ 12:30 വരെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ നടക്കും. 23 തീയതി രാവിലെയും ഉച്ചയുമാണ് മെഡിക്കലിന്റെ പരീക്ഷ. 332 കേന്ദ്രങ്ങളാണ് പരീക്ഷയ്ക്കായി ഒരുക്കിയിട്ടുള്ളത്. പരീക്ഷയ്ക്കുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായതായാണ് അറിയാൻ സാധിച്ചത്. പ്രവേശന പരീക്ഷ തീരുന്ന ദിവസമായ 23 തീയതി വൈകിട്ട് 6 മണിക്ക് പരീക്ഷയുടെ ഉത്തര സൂചികകൾ എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിൽ ലഭ്യമാകും. മെയ് 25 മുമ്പ് ഫലം പ്രസിദ്ധീകരിക്കാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. സംസ്ഥാനത്തെ SSLC CBSE പരീക്ഷാഫലം വൈകുന്നത് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒരുപോലെ ആശങ്കയിലാകുന്നു. സംസ്ഥാനത്തെ SSLC ഫലം വന്നതോടുകൂടി CBSE വിദ്യാർത്ഥികളുടെ +1 പ്രവേശനം പാതിവഴിയിലാണ്. ഇത്തവണത്തെ സർക്കാർ SSLC വിദ്യാർത്ഥികളുടെ ഫലം വന്ന് ദിവസങ്ങളായിട്ടും CBSE പരീക്ഷ ഫലം വൈകുന്നത് CBSEയിൽ സിലബസിൽ പഠിച്ച കുട്ടികളുടെ +1 പ്രവേശനത്തിന് വിലങ്ങുതടിയാകും. CBSE ഫലം വരുമ്പോഴേക്കും സംസ്ഥാന സിലബസിൽ പഠിച്ച കുട്ടികളുടെ പ്രവേശനം ഏതാണ്ട് പൂർത്തിയാകുന്നതിനാൽ സീറ്റ് ലഭിക്കാൻ CBSE കുട്ടികൾ ഏറെ പ്രയാസം നേരിടും. CBSEയിൽ പഠിച്ച് 4 A ഗ്രേഡുമായി +1 പ്രവേശനത്തിന് കുട്ടികൾ എത്തുമ്പോഴേക്കും സംസ്ഥാന സിലബസിൽ കുറഞ്ഞ ഗ്രേഡ് ലഭിച്ചവർ പോലും സീറ്റ് നേടിയിരിക്കും. CBSE ഫലം വൈകുന്നത് ഹയർ സെക്കൻഡറികളുടെ നിലവാരത്തെയും കാര്യമായി ബാധിക്കും. CBSEയിൽ പഠിച്ച് ഫുൾ A+ ഗ്രേഡുമൊക്കെ ലഭിച്ച കുട്ടികളെ പ്രവേശിപ്പിക്കാൻ കഴിയാതെ വരുന്നതിനാൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കുറഞ്ഞ ഗ്രേഡുള്ളവരെ പ്രവേശിപ്പിക്കേണ്ടി വരും. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ CBSE സിലബസിൽ വൻതുക ഫീസ് നൽകി പഠിച്ചതിനു ശേഷം മിക്ക മാതാപിതാക്കളും കുട്ടികൾക്ക് +1 പ്രവേശനത്തിന് മാനേജ്മെന്റ് സീറ്റ് വാങ്ങി പഠിപ്പിക്കേണ്ട അവസ്ഥയാണ്. എന്നാൽ പണ്ടൊക്കെ ഇത്തരം കുട്ടികൾ മെറിറ്റിൽ പ്രവേശനം നേടിയിരുന്നവരാണ്. എന്നാൽ ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് +1 പ്രവേശനത്തിനും വൻതുക വീണ്ടും മുടക്കിയാണ് കുട്ടികളെ വിദ്യാഭ്യാസത്തിനായി പറഞ്ഞയക്കുന്നത്. കാവിൽത്താഴം നവജീവൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കാവിൽത്താഴം ഫെസ്റ്റിന്റെ ഭാഗമായി സിനിമാറ്റിക് ഡാൻസ് മത്സരം സംഘടിപ്പിച്ചു. കേശവൻ മൂസതാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ധനശേഖരണാർത്ഥമാണ് കാവിൽത്താഴം നവജീവൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കാവിൽത്താഴം ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഫെസ്റ്റിന്റെ ഭാഗമായി സിനിമാറ്റിക് ഡാൻസ് മത്സരം നടന്നു. കേശവൻ മൂസത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാവിൽത്താഴം പ്രദേശത്ത് പ്രവർത്തിക്കുന്ന നവജീവൻ എന്ന സംഘടനയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ധനശേഖരണാർത്ഥം നടത്തുന്ന കാവിൽത്താഴം ഫെസ്റ്റ് 2014 എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുക എന്ന കർമ്മമാണ് നിശബ്ദമാകുന്നത്. ക്ലബ് പ്രസിഡന്റ് വിനയൻ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ ജയകൃഷ്ണൻ, VM ഗണേശൻ തുടങ്ങിയവരെ ആദരിച്ചു. ചേമ്പിൽ വിവേകാനന്ദൻ, NC മോയിൻകുട്ടി, കവിത അരുൺ, സൗദാമിനി ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു. മാങ്കാവ് കച്ചേരികുന്ന് തണൽ റെസിഡന്റ് അസോസിയേഷന്റെ 3ാം വാർഷിക ആഘോഷം നടന്നു. കൌൺസിലർ KT ബീരാൻകോയ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കച്ചേരിക്കുന്ന് തണൽ റെസിഡൻസ് അസോസിയേഷന്റെ 3ാം വാർഷികാഘോഷം നടന്നു. വാർഡ് കൌൺസിലർ KT ബീരാൻകോയ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 3 വർഷത്തോളം റെസിഡൻസ് അസോസിയേഷന് യാതൊരുവിധ പ്രയാസവും ബുദ്ധിമുട്ടുമൊന്നുമില്ലാതെ കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്.
നമ്മുടെ വാർഡിൽ 32-ാം ഡിവിഷനിൽ ഇപ്പോൾ 17ഓളം റെസിഡൻസ് അസോസിയേഷനുകൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. സജീവമായി പ്രവർത്തിക്കുന്ന വളരെ ചുരുക്കം എണ്ണത്തിൽ ഒരു പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ തണൽ റെസിഡൻസ് അസോസിയേഷൻ. ഞാൻ പ്രത്യേകം സൂചിപ്പിക്കാൻ കാരണം സ്വാഗത പ്രഭാഷണത്തിൽ സുധീർ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ജൂബിലിയുടെ ഭാഗമായി വാർഡ് തല റെസിഡൻസ് അസോസിയേഷൻ കലോത്സവം നമ്മുടെ വാർഡ് തലത്തിലും നടന്നു. വാർഡ് തലത്തിൽ നിന്ന് വിജയികളെ നമ്മുടെ കോർപ്പറേഷൻ തലത്തിലും അവതരിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് സുരേന്ദ്രൻ കൂട്ടായിൽ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സെക്രട്ടറി BP സുധീർ, സത്യപാലൻ, VM സുബ്രഹ്മണ്യൻ, രജീഷ് ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് കുട്ടികളുടെ കരോക്കെ ഗാനമേള, സിനിമാറ്റിക് ഡാൻസ്, കവിതകൾ, പാട്ടുകൾ, അസോസിയേഷൻ കുടുംബാംഗങ്ങളുടെ വിവിധ പരിപാടികൾ തുടങ്ങിയവ നടന്നു. നവതരംഗം സാഹിത്യശാഖയുടെ ആഭിമുഖ്യത്തിൽ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് അനുസ്മരണം നടത്തി. അളകാപുരി ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. നവതരംഗം സാഹിത്യശാഖയുടെ ആഭിമുഖ്യത്തിലാണ് മാർക്കേസ് അനുസ്മരണം സംഘടിപ്പിച്ചത്. അളകാപുരിയിൽ വെച്ചായിരുന്നു അനുസ്മരണം. TP റാവു അധ്യക്ഷത വഹിച്ചു. PK പാറക്കടവ്, ഡോക്ടർ PK പോക്കർ, UK കുമാരൻ, AP കുഞ്ഞാമു, V ഗോപി എന്നിവർ സംസാരിച്ചു. ഈ മറവി രോഗത്തിൽ കിടന്നാൽ കേസിനെ പോലുള്ള ഒരാൾ കിടന്നാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചു. അങ്ങനെ ആലോചിക്കാനുള്ള ഒരു സന്ദർഭം ഇപ്പോൾ കോമയിൽ കിടക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത്, കുറച്ചവർക്കൊക്കെ അറിയാവുന്ന ഒരു ആക്റ്റീവായിട്ട് ഉള്ള ഒരാളെ പോയി കാണാനിടയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ യാതൊന്നും ലോകത്ത് നടക്കുന്ന ഒന്നും അറിയാതെ ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് കിടക്കുന്നത് മാർക്കേസ് ഇങ്ങനെ മറവി രോഗം ബാധിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടെ ഞാൻ സൂചിപ്പിച്ച പോലെ മാർക്കേസിനെ ഞാൻ വായിക്കാൻ ഇടയായത് കൃഷ്ണനായരുടെ പങ്ക്തിയിൽ കണ്ടിട്ടാണ്. അപ്പോൾ കൃഷ്ണനായരുടെ പങ്ക്തിയിൽ മാർക്കേസിനെ കുറിച്ച് നിരന്തരം എഴുതിയിട്ടുണ്ട്. എല്ലാ എഴുത്തുകാരും, മാർക്കേസ് മാത്രമല്ല, കസാസാക്കിസ് ഉൾപ്പെടെ ഇംഗ്ലീഷിൽ നമ്മൾ പരിചയപ്പെട്ട എഴുത്തുകാരെയൊക്കെ തന്നെ കൃഷ്ണനായരിലൂടെയാണ് ഞങ്ങളുടെയൊക്കെ തലമുറ മിക്കവാറും കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ്. സ്വർലയം ഓർക്കസ്ട്രയുടെ വാർഷിക ആഘോഷം നടന്നു. കോഴിക്കോട് ടൗൺ ഹാളിലാണ് ആഘോഷ പരിപാടികൾ നടന്നത്. സ്വർലയം ഓർക്കസ്ട്ര 3ാം വാർഷികത്തോടനുബന്ധിച്ച് റിയാലിറ്റി ഷോ വിന്നർ കീർത്തനയെ ആദരിക്കൽ ചടങ്ങ് ടൗൺ ഹാളിൽ നടന്നു. സംഗീതജ്ഞൻ ശ്രീ വിജയൻ കുവർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പുതിയ തലമുറകളുടെ കാലഘട്ടമാണ്. ഏത് മേഖലയിലായാലും, സിനിമയായാലും സംഗീതമായാലും നാടകമായാലും ഏത് മേഖലയിലും പുതിയ തലമുറ ഉടുമുടികൾ വെട്ടിപ്പിടിക്കുന്ന ഒരു കാലഘട്ടമാണിത്. കഴിവുള്ളവർക്ക് പുതിയ കാലഘട്ടത്തിലെ പ്രതിഭകൾ ഒരു കണക്കിന് ഭാഗ്യം ചെയ്തവരാണ്. കാരണം അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അത് വിവിധ മേഖലകളിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഇവിടെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും സന്നദ്ധ സംഘടനകളും ഉണ്ട്. റിയാലിറ്റി ഷോ ഇന്ന് എല്ലാ ചാനലിലും ഉണ്ട്. ഒരുപാട് നല്ല പ്രതിഭകളെ വിളിച്ചു കൊണ്ടുവരാനും പ്രശസ്തിയിലേക്ക് ഉയർത്തുവാനും റിയാലിറ്റി ഷോകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സതീഷ് കുമാർ P അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ, അഡ്വക്കേറ്റ് സേവർ ജോർജ്, കീർത്തന, ഹരിഹരൻ, സുജിത് കക്കോടി തുടങ്ങിയവർ സംസാരിച്ചു. ചെറുവണ്ണൂർ വെസ്റ്റ് കോസ്റ്റ് റെസിഡന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സൂചനാ ബോർഡ് സ്ഥാപിച്ചു. കൌൺസിലർ ശ്രീജ ഹരീഷാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ചെറുവണ്ണൂർ വെസ്റ്റ് കോസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് യാത്രക്കാർക്ക് സഹായകമാകുന്ന തരത്തിൽ റിഫ്ലക്ടർ സൂചനാ ബോർഡ് സ്ഥാപിച്ചത്. കൌൺസിലർ ശ്രീജ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ആനന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. TK രാജൻ, ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. കേരളത്തിലെ ബാറുകളുടെ പ്രവർത്തന സമയം കുറയ്ക്കാൻ ജസ്റ്റിസ് M രാമചന്ദ്രൻ കമ്മീഷൻ ശുപാർശ. ജപ്പാൻ കുടിവെള്ള പദ്ധതി വൈകുന്നു. ജില്ലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും 1 കോടിയിലധികം രൂപയുടെ നാശനഷ്ടം. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ.
ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.